സുന്നി ഐക്യം സംബന്ധിച്ച് എ.പി. വിഭാഗം അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു. കോട്ടക്കൽ നടന്ന വിളംബര സമ്മേളനത്തിലായിരുന്നു അവരുടെ ഈ ഐക്യത്തോടുള്ള നിലപാട് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചത്. അവരുടെ പ്രമേയത്തിൽ ആ പ്രമേയം വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഐക്യത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധരാണ് എന്ന തരത്തിൽ തന്നെ ഒരു സന്ദേശം നമുക്ക് പ്രമേയം വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് രണ്ട് സമസ്തകൾക്കിടയിലുണ്ടായിരുന്ന ഐക്യ ചർച്ചകൾ അത് മുൻപ് മുഷാവറ അംഗീകരിച്ചതാണ്, അത് തുടരും. അതുപോലെ തന്നെ ക്രിയാത്മകമായ ചർച്ചകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇനിയും അത്തരം ചർച്ചകൾക്ക് സന്നദ്ധരാണ് എന്നൊക്കെയാണ് പ്രമേയത്തിലുള്ളത്. പക്ഷേ ആ പ്രമേയത്തിന് മുൻപ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. എന്തുകൊണ്ട് അന്ന് പിളർപ്പുണ്ടായി എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ വളരെ മിനിറ്റുകൾ മാത്രം നീണ്ട ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മുൻപ് ഈ ഐക്യപ്പെടൽ എന്ന ഒരു വാക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരൊരു നീക്കം കൊണ്ടുവന്ന് അനൈക്യം സൃഷ്ടിക്കുകയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം. അതിന് പിന്നാലെയാണ് പ്രമേയം. അതായത് എന്തുകൊണ്ട് പിളർന്നു എന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയായിരുന്നു കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ ഹയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. 1300 കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അല്ലാഹു തആല കഠിനമായി വിരോധിച്ച പലിശ അത് വാങ്ങാനുള്ള ഹീലത്തു ഷിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. ആ വിധത്തിലുള്ള ഐക്യമല്ല യാഥാർത്ഥ്യത്തിലുള്ള ഐക്യം. ഇൻഷാ അല്ലാഹ് ആ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും പ്രസംഗിച്ചപ്പോൾ കൃത്യമായിട്ട് ഈ സമസ്തയിലേക്ക് തിരിച്ചു വരണം എന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ക്ഷണത്തിന് ഒരു കൃത്യമായ മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ഞങ്ങൾ സമസ്തയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. പുതുതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് അത് അറിയാത്തതാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമസ്ത കേരള ജബയത്തുൽ ഉലമ അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയല്ല ഉണ്ടായത്. അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളോടും തീരുമാനങ്ങളോടും യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. ഒപ്പം തന്നെ ഒരു പാർലമെൻറ്റിൽ നിന്നോ നിയമസഭയിൽ നിന്നോ ഇറങ്ങിപ്പോരുന്നു എന്നതുകൊണ്ട് അവരുടെ MLA സ്ഥാനമോ MP സ്ഥാനമോ ഇല്ലാതാകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ തങ്ങൾ തന്നെയാണ് സമസ്ത, അതേക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അറിവില്ലാത്തതാണ് എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ
ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് രണ്ട് സമസ്തയും രണ്ടായിട്ട് തന്നെ നിലനിൽക്കും. ഐക്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നല്ലതാണ്, ഐക്യപ്പെടേണ്ടതാണ്. പക്ഷേ വിട്ടുപോരാനുള്ള കാരണം നിലനിൽക്കുന്നിടത്തോളം കാലം രണ്ടും ഒന്നിച്ചു ചേരുക ഒരുപക്ഷെ സാധ്യമാകില്ല എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അതായത് രണ്ട് സമസ്തയും ഇപ്പോഴുള്ളതുപോലെ തന്നെ നിലനിൽക്കും, ഐക്യപ്പെടാവുന്ന മേഖലകളിൽ ഐക്യപ്പെടും, ചർച്ചകളും തുടരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ലയനം രണ്ട് സുന്നികളും ഒന്നാകുന്ന ഒരു സാധ്യത ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18.